അയ്യോ, മമ്മൂക്കയുടെ റൂം കണ്ടോ? അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആ പഴയ തറവാട് വീടാണ്. അപ്പം നിങ്ങളെ ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ പഴയ ആ ചെമ്പിലുള്ള തറവാട് വീടും അതിൻ്റെ കുറേ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വരാം. ചെമ്പ് മുസ്ലിം ജമാഅത്തിൻ്റെ സൈഡിലൂടെയുള്ള ഇടവഴിയിലൂടെയാണ് മമ്മൂക്കയുടെ വീട്ടിലേക്കുള്ള പ്രധാന വഴി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ പള്ളിയാണ്. കൂട്ടുകാരെ, തറവാട് വീട്ടിലേക്ക് പോകുന്ന വഴി അല്പം പോലും കട്ട് ചെയ്യാതെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഇപ്പോൾ ആരുമില്ല കേട്ടോ. ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഒരാളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ആരുമില്ല. നമുക്ക് ഇതിനകത്ത് കയറാൻ ആരും കാണിക്കാത്ത കുറേ വിഷ്വൽസാണ് മമ്മൂട്ടിയുടെ ആ പഴയ ആ തറവാട്. അതിൻ്റെ പുറകെ കൂടെ ഞാൻ കയറി ഇങ്ങനെ മുമ്പിൽ കൂടെ വന്ന് ഇതിലേ വന്ന് ഫ്രണ്ട് വരാം. ഇത്രയും കാലപ്പഴക്കം ചെന്നിട്ടും ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് യാതൊരു വിധമായ കേടുപാടുകളില്ല എന്നൊരു സത്യമാണ്. ഈ തറവാട് വീടിൻ്റെ ഐശ്വര്യമാണ് അദ്ദേഹത്തിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും. ഇവിടെ വന്നാൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തന്നെയുണ്ട്. കൂട്ടുകാരെ, മമ്മൂക്ക ഉപയോഗിച്ചിരുന്ന റൂമിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഒരു ചെറിയ ടേബിളും ഒരു ചെറിയ ബെഞ്ചും അവിടെ കിടപ്പുണ്ട്. യഥാർത്ഥമാണോന്ന് അറിയില്ല, എങ്കിലും ആളുകളുടെ പറച്ചിൽ അങ്ങനെയാണ്. എന്നാലും നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുഭാഗങ്ങൾ ഒന്ന് നടന്ന് വീക്ഷിക്കാം. എൻ്റെ മുന്നേ ഇത് കണ്ടില്ലേ, കൊടും വേനൽ ചൂട് കഴിഞ്ഞിട്ട് മഴ അങ്ങോട്ട് പെയ്തപ്പം കാട് കയറി വല്ലാതായി. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. കുളം ഉണ്ടെന്ന് പറഞ്ഞു, കുളമൊന്നും കാണാനില്ല, മൊത്തം കാട് കയറി. നമുക്കേ ഇതിൻ്റെ ചുറ്റിനും നടന്ന് ഒന്ന് വീക്ഷിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാം. പെയിൻ്റൊക്കെ ഒന്ന് പോയാലും കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകളൊന്നും ഇല്ല കേട്ടോ. കാരണം ബിൽഡ് ക്വാളിറ്റി ഭയങ്കര തന്നെയാണ്. നമ്മളിപ്പം പോകുന്നത് കിച്ചൻ്റെ ഭാഗത്തോട്ടാണേ. ഇതാണ് കിച്ചൻ്റെ ഡോറ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം പണ്ടത്തെ അരകലിട്ട ആ പാട് കണ്ടോ, ഇപ്പോഴും ഉണ്ട്. പിന്നെ അതുപോലെ ടാങ്ക് അപ്പുറത്ത് കിട്ടിയേക്കുന്നുണ്ടോ, വെള്ളം പിടിച്ച് ശേഖരിക്കാൻ അന്നത്തെ കാലത്ത് ആ ടാങ്ക് കിട്ടിയതാണ്.
അല്ലേ? അപ്പോൾ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിരുന്നു ഈ വീട്. ഇതാണ് ആ കിച്ചണിൻ്റെ ഭാഗം. ഇനി മമ്മൂക്ക ഉപയോഗിച്ചിരുന്ന റൂം കാണിച്ചു തരാമേ. ഈ റൂമിലിരുന്ന് എത്രയോ സിനിമകൾ സ്വപ്നം കണ്ടായിരിക്കാം മമ്മൂക്ക ഉറങ്ങിയിരുന്നത്. ആ റൂമിൻ്റെ വാതിലുകൾ ഇന്നും അതേപോലെ തന്നെ നിലനിൽക്കുന്നു. മുഹമ്മദ് കുട്ടി, മമ്മൂട്ടിയും മമ്മൂക്കയും ഒക്കെ ആയത് ഈ റൂമിലിരുന്ന് കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായപ്പോഴല്ലേ? ഈ തൂണിൽ ചാരിയിരുന്നും ചിലപ്പോൾ സിനിമകൾ സ്വപ്നം കണ്ടിരുന്നായിരിക്കാം. കൂട്ടുകാരെ, മമ്മൂക്കയുടെ വീട് പോലെ തന്നെയല്ലേ ദാ ലാലേട്ടൻ്റെ തറവാട് വീട്? നോക്കിക്കേ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ അല്ലേ?